ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 15-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സാപത്തിനെ കുറിച്ചുള്ള വിവാദം, അതാണ് ഈ ഭാഗത്തിന്റെ തലക്കെട്ട്. സത്യത്തിൽ ഈ സുവിശേഷ ഭാഗത്തിലുടനീളം ഈശോ നിയമജ്ഞരുമായിട്ടോ അല്ലെങ്കിൽ ഫരിസേയരുമായിട്ടോ സാപത്തിനെ സംബന്ധിക്കുന്ന തർക്കത്തിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാപത്തിൽ രോഗശാന്തി കഴിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ സാപത്തിൽ ചെയ്ത മറ്റൊരു അത്ഭുതത്തെക്കുറിച്ച്, സാപത്തിൽ നിശ്ചിതമായ ഒരു കാര്യം, ഇപ്പം ഈ ഒരു രോഗശാന്തി കൊടുത്തു കഴിഞ്ഞിട്ട് ഒരാൾ കിടക്കയും ചുമന്നുകൊണ്ട് പോയതിനെ കുറിച്ച്, അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സാപത്തിനെ സംബന്ധിക്കുന്ന തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് ഈ ശിഷ്യന്മാരുടെ ഭാഗത്തുനിന്നൊരു ഒരു കാര്യം കൂടി വരുന്നത്. ആ ഭാഗം തുടങ്ങുന്നത് എങ്ങനെയാണ്? അക്കാലത്ത് ഒരു സാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു, അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ട് അവരോട് പറഞ്ഞു, നോക്കൂ, നിന്റെ ശിഷ്യന്മാർ സാപത്തിൽ നിഷിദ്ധമായത് ചെയ്യുന്നു. സാപത്തിൽ ജോലി ചെയ്തുകൂടാ എന്നുള്ളത് അവർ ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിന് ഈശോ മറുപടി കൊടുക്കുന്നുമുണ്ട്. കൃത്യമായിട്ടും തൻ്റെ ശിഷ്യന്മാര് വിശന്നപ്പോൾ ചെയ്തൊരു കാര്യം, അതിനെ വലിയ നിയമത്തിന്റെ കുരുക്കിട്ട് പിടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ഫരിസേയർക്കെതിരെ ഈശോ കൃത്യമായൊരു മറുപടി കൊടുക്കുന്നുണ്ട്. പഴയ നിയമം കോട്ട് ചെയ്തുകൊണ്ട് തന്നെ മറുപടി കൊടുക്കുന്നത്. ഈശോ ചോദിക്കുന്നുണ്ട് ഇവരോട്, ഈ ദാവീദ് മനുഷ്യന്മാരും ദേവാലയത്തിൽ കടന്ന് പുരോഹിതന്മാർക്കല്ലാത്ത മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം വിശന്നപ്പോൾ എടുത്ത് ഭക്ഷിച്ചതിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നത്. ഇന്ന് പണ്ടൊരു അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന രീതിയിലാണ് ഈശോ സംസാരിക്കുന്നത്. കൃത്യമായിട്ടും ഈശോ അതിനകത്ത് ഒരു തിയോളജിക്കൽ എലമെന്റ് കൂടിയുണ്ട്. അതായത് പഴയ ദാവീദും അനുചരന്മാരും പുതിയ ദാവീദായ ഈശോയും ശിഷ്യന്മാരും എന്ന് പറയുന്ന ഒരു പാരലലിസം കൂടി അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മറ്റൊരു തെറ്റാണ് ഇവര് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സാപത്തിൽ ചെയ്ത ഒരു കുറ്റകൃത്യം, അതായത് സാപത്തിൽ ഒരു മോഷണം ചെയ്തു എന്ന രീതിയിലാണ്, നിശ്ചിതമായ ഒരു കാര്യം മോഷണം ചെയ്തു എന്ന രീതിയിലാണ് ഇത് പറയുന്നത്. സത്യത്തിൽ ഇത് അനുവദനീയമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരു ഫ്രൂട്ട് സ്റ്റാളിൽ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. ഇങ്ങനെ മുന്തിരിക്കുല തൂങ്ങിക്കിടക്കുന്ന പോലെ ഈന്തപ്പഴം ഇങ്ങനെ കുലകളായിട്ട് തൂങ്ങിക്കിടക്കുക. അപ്പോൾ അതൊരു കൗതുകകരമായ ഒരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ കുറച്ച് വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കുറേ കാലം മുമ്പ് അപ്പച്ചൻ ഗൾഫിലായത് ജോലിയുണ്ട്, വളരെ കുറച്ച് നാള്. അപ്പം ആ സമയത്ത് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ വീട്ടിലുണ്ട്. അത് ഞങ്ങൾ ഇടയ്ക്കിനെ കാണിക്കുന്നത് ഈന്തപ്പനയിൽ നിന്നും ഈന്തപ്പഴം പറിച്ച് തിന്നുന്നൊരു ഫോട്ടോ ഉണ്ട്. അപ്പം അത് ബേസ് ചെയ്ത് അപ്പച്ചൻ ഇങ്ങനെ ഒരു കാര്യം പറയാം. അപ്പച്ചൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: യഥാർത്ഥത്തിൽ അറബികൾക്കിടയിൽ ഒരു നിയമമുണ്ട്. വിശന്ന് അല്ലെങ്കിൽ ഒരു കൗതുകം തോന്നി അല്ലെങ്കിൽ ഒരു താല്പര്യം തോന്നിയിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന, ആരുടെയെങ്കിലും പറമ്പിൽ ഒക്കെ കാണുന്ന അല്ലെങ്കിൽ വഴിവെക്കിലൊക്കെ കാണുന്ന ഈന്തപ്പനയിൽ നിന്നും പഴം പറിച്ച് നമുക്ക് കഴിക്കാം. ആരും അതൊരു കുറ്റമായിട്ട് കാണത്തില്ല. അതൊരു ക്രൈമല്ല, അതൊരു മോഷണമായിട്ട് പരിഗണിക്കത്തു പോലുമില്ല. അത് അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷേ കവർ കൊണ്ടൊന്ന് പിച്ചു കൊണ്ടുപോകാൻ പാടില്ല. കവർ കൊണ്ടുവന്ന് ഇട്ട് കൊണ്ടുപോകാനായിട്ട് പോയി കഴിഞ്ഞാൽ അത് മോഷണമാണ്. കാരണം നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഭക്ഷിക്കാം, അതിന് ആരും നിന്നെ തടയത്തില്ല. സത്യത്തിൽ ഇത് ഒരു സെമിറ്റിക് മതത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ജൂതമതത്തിലും നമ്മൾ ക്രിസ്തു മതത്തിൽ ബൈബിളിൽ നമുക്കിത് കാണാൻ സാധിക്കും. നിയമാവർത്തന പുസ്തകം, ഡ്യൂട്രോണമി, ഇങ്ങനെ ഒരുപാട് നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു പോകുന്നൊരു പുസ്തകമാണ്. അതിൽ 23-ാമത്തെ അധ്യായത്തില് അവസാന ഭാഗം വിവിധ നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗമുണ്ട്. ആ ഭാഗം തുടങ്ങുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: ഒളിച്ചോടി വന്ന നിന്റെ അടുക്കൽ അഭയം തേടുന്ന അടിമയെ യജമാനെ തിരികെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അതായത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംബന്ധിക്കുന്ന നിയമങ്ങൾ, അതാണ് ഇത് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതിന്റെ അർത്ഥമാക്കുന്നത്. ഈ നിയമത്തിലെ അവസാനത്തെ നിയമം 25-ാമത്തെ നിയമം, 23-ാം അധ്യായം 25-ാം വാക്യം ഇപ്രകാരമാണ്: അയൽക്കാരന്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്തു കൊള്ളുക, അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത്. ഇതിന് തൊട്ട് മുമ്പുള്ള വാക്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലാണ്. അതിങ്ങനെ പറയുന്നത്, നമ്മൾ കാല പറക്കാൻ പോകുന്നു എന്ന് പറയുന്ന കാര്യം നമ്മൾ റൂത്തിന്റെ നവമിയുടെയും കഥയിലൊക്കെ വായിക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: അയൽക്കാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ച് തിന്നുകൊള്ളുക, എന്നാൽ അവയിലൊന്നുപോലും പാത്രത്തിലാക്കരുത്, അത് മോഷണമാണ്. അതായത് നിങ്ങൾ ഈ കതിര് പറിച്ച് തിന്നുക എന്ന് പറയുന്നത് അനുവദനീയമായ ഒരു കാര്യമാണ്. ഏറ്റവും ദരിദ്രരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി, ഏറ്റവും ദരിദ്രരായിട്ടുള്ളവർക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളൊരു നിയമമാണ് നിനക്കത് പറിച്ച് കഴിക്കാം എന്നുള്ളത്. അതാണ് ഈ ശിഷ്യർ ചെയ്തേക്കുന്നത്. അതൊരു ക്രൈമല്ല, അതൊരു തെറ്റല്ല. അത് സാബത്ത് ദിവസം വിശപ്പ് മാറ്റിവെക്കാൻ പറ്റത്തില്ല, സാബത്ത് ദിവസം ഭക്ഷണം കഴിക്കാം. അപ്പൊ നിയമാവർത്തന പുസ്തകത്തിൽ അനുവദനീയമായ ഒരു നിയമമാണ് അവര് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഇവര്
കുറ്റം ആരോപിച്ചുകൊണ്ട് കടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈശോ അവർക്ക് മറുപടി കൊടുക്കുന്നത് കരുണയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ അവസാനം 7ാമത്തെ വാക്യത്തും ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കത്തില്ലായിരുന്നു, ഇവർക്കെതിരെ നിങ്ങൾ കുറ്റം പറയത്തില്ലായിരുന്നു. ബലിയല്ല കരുണയാണ്. എന്താണ് ഈ ബലി എന്ന വാക്കോടെ വന്നത്? നമ്മൾ ഓർക്കണം, 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. ലോകം നിലനിൽക്കുന്ന ഈ 3 കാര്യങ്ങളിൽ നിന്നാണ് യഹൂദ റബ്ബിമാർ പഠിപ്പിക്കുന്നത്. ലോ, ലവ് ആൻഡ് ലിറ്റർജി. ആരാധന, നിയമം, സ്നേഹം അഥവാ കരുണ. ഈ 3 കാര്യങ്ങൾ ഭൂമിയിൽ ഇല്ലാതാകുന്നതെന്ന് അന്ന് ലോകം അവസാനിക്കും. അങ്ങനെയാണ് അവർ പറയുന്നത്. ലോ, ലവ് ആൻഡ് ലിറ്റർജി. 3 തൂണുകളാണ്, 3 പില്ലേഴ്സ്. അതായത് നിയമം അനുഷ്ഠിക്കുന്ന, നിയമനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, നീതിപൂർവ്വം ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ. അവരില്ലാണ്ടായാൽ ലോകം അവസാനിക്കും. ഇനി പ്രാർത്ഥിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, ദൈവത്തോട് സ്നേഹം പുലർത്തുന്ന കുറേ മനുഷ്യരുണ്ട്. അവരില്ലാതായാലും ലോകം, അവരിൽ മൊത്തത്തിലില്ലാതാകുമ്പോൾ ലോകം അവസാനിക്കും. കരുണ കാണിക്കുന്ന മനുഷ്യരുണ്ട്, സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്. അവരില്ലാതായാലും ലോകം അവസാനിക്കും. ഇത് 3 ഈ ലോകത്ത് ഒരിക്കലും തീരാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് 3ലും നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആളുകൾ എക്കാലവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതില്ലാതിരിക്കുന്നൊരു പ്രദേശത്തെയാണ് ദൈവം തീമഴ വീഴ്ചയൊക്കെ ദഹിപ്പിച്ച് കളയുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതിങ്ങനെ ഒരു കൃത്യമായൊരു അറിയിപ്പാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് നിയമം എന്നാണ്. തോറ, നിയമമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചിന്തിച്ചിരുന്ന ആളുകളാണ് യഹൂദര്. പക്ഷേ നിയമം തെറ്റിയാൽ അതിന് പരിഹാരം ചെയ്യാം ബലി കൊണ്ട്. നിയമം തെറ്റിയാൽ അതിന് അപ്പം ബലിയാണ് പ്രധാനപ്പെട്ടത്. കാരണം നിയമമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാലും മനുഷ്യര് നിയമം തെറ്റിക്കുന്നുണ്ട്. ആ നിയമത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യൻ കണ്ടെത്തുന്ന വഴിയാണ് ബലി. അങ്ങനെയെങ്കിൽ നിയമത്തെക്കാൾ വലുത് ബലിയാണ്. അവിടെയാണ് ഈശോയുടെ ഈ വാക്യം വരുന്നത്: ബലിയല്ല കരുണയാണ് പ്രധാനപ്പെട്ടത് എന്നത് നിങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ നിരപരാധികൾക്കെതിരെ കുറ്റം വിധിക്കത്തില്ലായിരുന്നു. നിയമമല്ല, നിയമം തെറ്റിയാൽ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ബലിയുമല്ല, ബലിയേക്കാളും വലിയ കരുണയാണ് പ്രധാനപ്പെട്ടതെന്ന് കർത്താവ് വ്യക്തമാക്കിയത്. അതായത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്: നിയമം, ബലി, കരുണ. ഈ 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഈശോ പറയാണ്, ഈ 3 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് കരുണയാണ്. നിയമം തെറ്റിപ്പോയെന്നിരിക്കാം, പരിഹരിക്കാൻ ബലി അർപ്പിക്കാമെന്നിരിക്കാം. പക്ഷെ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോൾ, ഒന്നിനേക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കരുണയാണ് ഈശോ പറയുക. ഇത് 2ാമത്തെ ഈശോ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 7-ാം വാക്യമാണിത്. പക്ഷേ 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്: ബലിയല്ല കരുണയാണ് പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ പോയി പഠിക്കുവിൻ. അങ്ങനെ ഈശോ പറയും, നിങ്ങൾ പോയി പഠിക്കുവിൻ. ബലിയല്ല. 9-ാം അധ്യായം 13-ാം വാക്യം. 9-ാം അധ്യായം 13-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: 9-ാം അധ്യായത്തെ 13-ാം വാക്യം പറയുന്നത്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുവിൻ. എന്തെന്നാൽ ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കുവാനാണ്. മത്തായി 5:7, മത്തായി 25:40, മത്തായി 23:23, മത്തായി 12:7, മത്തായി 18:33 റെഫറൻസുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട. പക്ഷേ ഈശോ പറയുന്നൊരു കാര്യം ഇതാണ്: ബലിയല്ല കരുണയാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. നിങ്ങളിങ്ങനെ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാനോനിക്കൽ ലിറ്റർജിക്ക്. നമ്മൾ ഓർക്കണം, കത്തോലിക്ക സഭയിൽ പോലും ഉള്ളൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കത്തോലിക്ക സഭയുടെ കാനൻ ലോ, നിയമസംഹിതയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നിയമത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ആചാരമാണ്, നിയമം എടുത്തങ്ങോട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അടുത്ത് ഉപയോഗിക്കുന്നത് വേറെ കാര്യം, നിയമം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി 2ാമത് പറയുന്നത് ഇങ്ങനെയാണ്: ആരാധനക്രമം, ലിറ്റർജി ഷുഡ് ബി പെർഫെക്റ്റ്. ലിറ്റർജിക്കൽ ഡേയ്സ്, ലിറ്റർജിക്കൽ കളേഴ്സ്, ലിറ്റർജിക്കൽ പ്രേയേഴ്സ്, കുർബാന ഇങ്ങനെ ആയിരിക്കണം, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം. ഇങ്ങോട്ട് ഇപ്പം അടി നടക്കുന്നുണ്ടല്ലോ, അങ്ങോട്ട് ഇപ്പം നമ്മൾ ഒരു റീത്തിൽ അടി നടക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് മാത്രമല്ല ഈ പറയുന്നത്. മിക്ക ഇതിലും തർക്കങ്ങളുണ്ട്, ലിറ്റർജിക്കലായിട്ടുള്ള തർക്കങ്ങളുണ്ട്. അപ്പം അത് ഇങ്ങനെ ചെയ്യണം, ഈ നിഷ്ഠയോടെ ചെയ്യണം. മോശമാണെന്നല്ല, ആവശ്യമാണ്, അത്യാവശ്യമാണ്, അതൊക്കെ വേണ്ട കാര്യങ്ങൾ. പക്ഷെ അതല്ല പ്രധാനം. നീ നിയമം പാലിക്കുന്നുവെന്നോ, നീ എത്ര നിഷ്ഠയോടുകൂടി ആരാധന നടത്തുന്നുള്ളതല്ല ദൈവത്തിന്റെ മുമ്പിൽ പ്രധാനം. ദൈവത്തിന്റെ മുമ്പിൽ പ്രധാനപ്പെട്ടത് നീ എന്ത് കരുണ കാണിക്കുന്നുള്ളതാണ്. അതിന് നമ്മൾ പുറകോട്ടാ. കത്തോലിക്ക സഭ അതിൽ പുറകോട്ടാ. സത്യത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കരുണ ദൈവം നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന കരുണ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന കാനൻ ലോ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെന്താണ്
അതുപോലെ തന്നെ ലിറ്റർജിക്കൽ ഫെസ്റ്റിവൽസ്, സെലിബ്രേഷൻസ്, ഇങ്ങനെ ഫീസ്റ്റ് ആഘോഷങ്ങൾ, അല്ലെങ്കിൽ തിരുനാൾ ഇങ്ങനെ ആയിരിക്കണം, തീർത്ഥാടന കേന്ദ്രം ഇങ്ങനെ ആയിരിക്കണം, തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈശോ പറയും ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊക്കെ വേണം, പക്ഷെ ഇതല്ല പ്രധാനപ്പെട്ടത്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കരുണയാണ്. നീ കരുണ കാണിക്കുന്നുണ്ടോ? നമ്മൾ ഈ കെട്ടി ഒരുക്കി വെച്ചേക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ളിലൂടെ എത്ര പാവപ്പെട്ടവന് ഗുണം കിട്ടുന്നുണ്ട്, എത്ര പാവപ്പെട്ടവന് ആശ്വാസം കിട്ടുന്നുണ്ട്. അതില്ല. അതിങ്ങനെ വളരെ നോമിനലായിട്ട് ഇങ്ങനെ ഒരു പേരിനൊക്കെ, ഒരു മരുന്നിനൊക്കെ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ വിതറിയിട്ട് പോകുന്നതല്ലാതെ മനസ്സറിഞ്ഞ് അവന് കരുണ കിട്ടി അവന് സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി. മത്തായി 9:13 12:7 ഒക്കെ പറയുന്ന വാക്യത്തിന്റെ പ്രസക്തി ബലിയല്ല, കരുണയാണ് പ്രധാനപ്പെട്ടത്. അത് ലിറ്ററലി ആ വരി അങ്ങനെ തന്നെ എടുക്കേണ്ട ആവശ്യമുള്ളൊരു കാര്യമാണ്. ബലിക്ക് പ്രാധാന്യം ഇല്ലെന്നല്ല, ബലിക്ക് പ്രാധാന്യമുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതായി നീ കരുണയെ കാണണം എന്ന ഈശോയുടെ ഓർമ്മപ്പെടുത്തൽ നമ്മൾ വിട്ടുകളയുന്നുള്ളതാണ് പരാജയം. കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പി അയക്കാൻ നമുക്ക് സാധിക്കാത്ത പോകുന്ന ഇടങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതിക്ക് മുമ്പോട്ട് പോയാൽ മാത്രമേ ഫലം ഉണ്ടായുള്ളൂ എന്ന് ഓർപ്പിക്കുക. കൃത്യമായിട്ടും നമുക്ക് ഇത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. ഈശോയ്ക്കുള്ളിലെ ഒരു പ്രോഫറ്റ് ഉണ്ട്, ഈശോയ്ക്കുള്ളിലെ പ്രീസ്റ്റിനെ നമ്മളെപ്പോഴും നോക്കാറുണ്ട്, ഈശോയ്ക്കുള്ളിലെ ഗോഡിനെ നമ്മളെപ്പോഴും നോക്കാറുണ്ട്, ഈശോയ്ക്കുള്ളിലെ മാസ്റ്റർ അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുന്ന ഒരു എലമെന്റിനെയും നമ്മൾ അത്യാവശ്യം വിട്ടുകളയാറില്ല. പക്ഷെ ഈശോയ്ക്കുള്ളിലൊരു പ്രോഫറ്റ് ഉണ്ട്, അത് നമുക്ക് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അത് നമ്മൾ വളരെ സൗകര്യപൂർവ്വം ലിറ്റർജിക്കൽ വെസ്റ്റമെന്റ് ഇട്ട് തന്നെ മൂടിക്കളയും. അങ്ങനെ നമ്മളിങ്ങനെ പൊതിഞ്ഞങ്ങനെ മാറ്റി, നമ്മളിങ്ങനെ ഈ കറുപ്പഞ്ഞാറുമായിട്ടൊക്കെ രൂപങ്ങളും കറുപ്പ് തുണിയിട്ട് മൂടിങ്ങ് മാറ്റി വയ്ക്കത്തില്ല എന്ന് പറഞ്ഞ കണക്കി ക്രിസ്തുവിനുള്ളിലെ പ്രോഫറ്റിനെ നമ്മളൊരു കറുത്ത തുണിയിട്ട് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് ക്രിസ്തുവിനുള്ളിലെ പ്രീസ്റ്റ്, ക്രിസ്തുവിനുള്ളിലെ ഗോഡ്, ക്രിസ്തുവിനുള്ളിലെ ടീച്ചർ, ഇതൊക്കെ നമ്മൾ സൗകര്യപൂർവ്വം, ക്രിസ്തുവിനുള്ള ഹീലർ, സൗഖ്യദായകൻ, ഇതൊക്കെ നമ്മൾ സൗകര്യപൂർവ്വം എടുക്കും. പ്രോഫിറ്റ് അവിടെ ഇരിക്കട്ടെ, അത് ഇറ്റ്സ് ഡിസ്റ്റർബൻസ്, ഇത് ഇത്തിരി ഞങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്, നീ അവിടെ മാറിയില്ലേ എന്ന് പറയുക. ഇപ്പൊ ക്രിസ്തുവിനുള്ളിലെ പ്രവാചകനെ എത്ര കണ്ട് ഗൗരവപൂർവ്വം സീരിയസ് ആയിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളത് ക്രിസ്ത്യാനിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വ്യക്തി ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ മാറ്റി വെച്ചിരിക്കുക. നമുക്ക് ഈ വചനത്തിന്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.